നമുക്കിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇത് ഷോക്സ് പോലെ ഇരിക്കുന്ന ഒരു തുണിയാണ്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേര്. ഷോക്സ് ക്ലോത്ത് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. ഇതാ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ്. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് നീളത്തിന് കമ്പി മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെറ്റൽ എത്രത്തോളം വലുത് വേണം ചെറുത് വേണം അതിനനുസരിച്ച് കമ്പി മുറിച്ചെടുക്കാം. അതിനുശേഷം കമ്പിയുടെ രണ്ടറ്റവും ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നൊന്ന് പിരിച്ചങ്ങ് വയ്ക്കാം. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരും. അങ്ങനെ ഞാനിത് കുറേ പെറ്റൽസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന തുണിയാണ്. ഇതാണ് സോക്സ് ക്ലോത്ത് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇത് സ്ട്രെച്ചബിളാണ്. നമ്മുടെ കൈ ഇതിനകത്തോട്ട് കയറ്റി ഇടാൻ പറ്റും. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. നമുക്കിത് ഉണ്ടാക്കണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഈ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതൊന്ന് ഉണ്ടാക്കണം പരീക്ഷിക്കണം എന്നൊരു ഇത് വന്നത്. അങ്ങനെ എന്തായാലും അതിനുള്ള സാധനങ്ങളെല്ലാം കിട്ടി. അപ്പം ഞാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് ഏത് തരം ഫ്ലവർ വേണേലും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ആ പെറ്റലിൻ്റെ ഷേപ്പിൽ വളച്ച് വെച്ചിരുന്ന കമ്പി എടുത്തിട്ട് കമ്പിക്ക് ചുറ്റി ക്ലോത്ത് എടുത്തു. ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നൂല് വെച്ച് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലോത്തിൻ്റെ അതേ കളർ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടി വൈറ്റ് കളറാണ് നൂലെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നൂല് വെച്ച് ഇത് നല്ലതുപോലെ വലിച്ച് കെട്ടി മുറുക്കി വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു പെറ്റൽ ഉണ്ടാക്കി. ഇതുപോലെ കുറേ പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഫ്ലവറിന് 4 പെറ്റൽ വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 എണ്ണം ഒരേ ഷേപ്പിന് വരണം. ചെറുതാണെങ്കിൽ ചെറിയ 4 പെറ്റൽ, വലുതാണെങ്കിൽ 4 വലിയ പെറ്റൽ. അങ്ങനെ ഞാൻ സെറ്റാക്കിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ അറ്റത്ത് വെക്കാനായിട്ട് ഇതേപോലെ മുട്ടുകൾ കിട്ടും. അതിൽ നിന്നൊരു 3ഓ 4ഓ എടുത്തിട്ട് അതിനെ ഒന്ന് മടക്കിയെടുക്കാം. കമ്പിയുടെ അറ്റം ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ കെട്ടി വെക്കുന്ന ഇത് ഇളകി പോകത്തില്ല. ഇത് നമ്മൾ നേരത്തെ പെറ്റൽ ഉണ്ടാക്കാൻ എടുത്ത അതേ കമ്പി തന്നെയാണ്. കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഈ മുട്ടുകൾ അതിൻ്റെ മണ്ടയിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്ലവർ കെട്ടിയതുപോലെ തന്നെ ഇത് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഓരോ പെറ്റലും വെച്ച് കൊടുത്ത് കെട്ടിയെടുക്കാം. നമ്മളിതിൽ പെറ്റൽ അറേഞ്ച് ചെയ്യുന്നത് ഒന്നിൻ്റെ പുറകിൽ ഒരു പെറ്റൽ വയ്ക്കുക, അതിൻ്റെ പുറകിൽ അടുത്തത് വയ്ക്കുക. അങ്ങനെ 4 പെറ്റലും വെച്ച് നല്ല ടൈറ്റാക്കി ത്രെഡ് കൊണ്ട് ലോക്ക് ഇടാം. ഇനി നമുക്ക് ബാലൻസ് വന്ന ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിനി ഇതിനകത്താണ് പെറ്റൽ നല്ലൊരു ഫ്ലവർ ആക്കി എടുക്കുന്നത്. ഇതളുകളെല്ലാം നല്ലതുപോലെ വിരിച്ചു കൊടുത്ത് നല്ലൊരു ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ്. ഇതൊരു തരം ടേപ്പാണ്. ഇത് നമുക്ക് ആ ത്രെഡ് മറയത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് വലിച്ചൊട്ടിക്കുമ്പോൾ തനിയെ അതങ്ങ് ഒട്ടിക്കോളും. എന്നിട്ട് നമുക്കിത് വട്ടം കറക്കി നമുക്ക് എത്രത്തോളം തണ്ട് വേണോ അത്രത്തോളം ഇത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കാം. ബാലൻസ് വന്ന കമ്പി നമുക്ക് നെയിൽ കട്ടർ ഉപയോഗിച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇതാണ് ഒരു ഫ്ലവർ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ആർക്ക് വേണേലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. അങ്ങനെ ഞാനിപ്പോൾ 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ. എൻ്റെ കയ്യിൽ ഫ്ലവർ വൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞു ഭരണിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഇട്ട് വെച്ചപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയുന്നത് കൊണ്ട് ഞാനിതിനെ ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്.